ഹലോ, ഒരു ഹോളിഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോളിഡേ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വീഡിയോസ് ആണുങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലേഡീസിൻ്റെ ഒരു സെഗ്മെൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലേഡീസ് പലരും ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അതായത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ വീട്ടിലെ അലമാര കണ്ടല്ലോ. ശരിക്കും കണ്ടാൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഒറ്റ അലമാരയായിട്ട് തോന്നുമെങ്കിലും ഇത് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങി സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. ഇതുവരെ ഒരെണ്ണം, ഇതിനപ്പുറത്തേക്ക് അടുത്തൊരെണ്ണം, രണ്ടെണ്ണം. അതിൽ നാച്ചുറലി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലെ അലമാര ആയതുകൊണ്ട് തന്നെ ഈ അലമാര ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ വൈഫാണ്. ഈ സെക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ ഡ്രസ്സുമാണ് വെക്കുന്നത്. പിന്നെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ചില കടന്നുകയറ്റങ്ങൾ ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. ഇത് കൂടാണ്ട് ഡ്രസ്സിങ് ഏരിയ ഫുള്ള് പുള്ളിക്കാരിയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ അതൊന്നുമല്ല ഇന്നത്തെ ടോപ്പിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അലമാര മൊത്തം ഇങ്ങനെ വലിഞ്ഞു വാരി കിടക്കുക. നിങ്ങൾക്കറിയാലോ, രാവിലെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന കാരണം എവിടുന്ന് എന്താ എടുക്കുന്നതെന്ന് അറിയില്ല. എവിടുന്ന് എടുക്കുക അപ്പോൾ തന്നെ ഇടുക, പോവുക, തിരിച്ച് കഴുകിയിട്ട് ഇതിലേക്ക് വലിച്ചു വാരി കയറ്റി വെക്കുക. അപ്പോൾ ആ ഒരു സമ്പ്രദായം കാരണം ആകെ ഒരു അലുക്കുൽസ് എന്നൊക്കെ പറയില്ലേ, വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സെറ്റാക്കാമെന്ന്. രണ്ടും സെറ്റാക്കണം. ഞാൻ പിന്നെ ആദ്യം ഇത് സെറ്റാക്കിയതിന് ശേഷം വൈഫിന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോളിഡേ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പരിപാടി ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ആദ്യം തന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. വലിയ മോശമെന്ന് പറയാൻ പറ്റില്ല. ഇതേ കണ്ടോ, ഇതാണ് എൻ്റെ അലമാരയുടെ അവസ്ഥ. ഇതെന്താണെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പാൻറ്റൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, അതും വലിയ വാരി കിടക്കുന്നുണ്ട്. ഇനി കുറേ അധികം ഇരിപ്പുണ്ട് കേട്ടോ, കഴുകാനും കൊണ്ട് സെറ്റ് ചെയ്യാനൊക്കെ കുറേ അധികം ഇരിപ്പുണ്ട്. ഇവിടെ ഷർട്ട്സാണ് വെച്ചിരിക്കുന്നത്, ഷർട്ട്സും ടീഷർട്ട്സും ഒക്കെ ഉണ്ട് കണ്ടോ. ആകെ അലങ്കോലമായിട്ട് ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഇതിനകത്ത് തന്നെ എൻ്റെ ഫോർമൽ ഷർട്ട്സ് ഉണ്ടാവും, പിന്നെ ഞാൻ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഷർട്ട്സ് ഉണ്ടാവും, ടീഷർട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സാധാരണയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ബിസി ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ അയൺ ചെയ്യാറില്ല. പുറത്തുനിന്ന് തമിഴന്മാരൊക്കെ വന്നിട്ട് അയൺ ചെയ്ത് തരിക ചെയ്യുന്നത്. അപ്പോൾ അവർ അയൺ ചെയ്യുമ്പോൾ വാരി ഇങ്ങനെ കൊണ്ടുവെക്കും. പക്ഷേ ഇതൊന്നും സെപ്പറേറ്റഡ് അല്ല. അതായത് ഇതിൽ ഫോർമൽസും കാഷ്വൽസും ടീഷർട്ട്സും ഒക്കെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഗംഭീരൻ പരിപാടിയുള്ളത് ഇവിടെയാണ് കണ്ടോ. ഇതിങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കുക ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് ശരിക്കും ഞാൻ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന കുറേ ടീഷർട്ട്സാണ്. ഇതിൽ പലതും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ കയറ്റി വെക്കുന്ന കാരണം ഇതിൽ നിന്ന് ഏറ്റവും പുറത്തുനിന്ന് രണ്ടെണ്ണം എടുത്തിടും. അത് കഴുകി കഴിയുമ്പോൾ വീണ്ടും ലേഖ കൊണ്ട് അവിടെ തന്നെ നിറച്ച് വെക്കും. അപ്പോൾ ബാക്കിൽ കുറേ സാധനങ്ങൾ ഇനിയും തൊടാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുന്നോട്ട് വരണമെങ്കിൽ ഒന്ന് ഇളക്കി മറിക്കണം. പിന്നെ ഇതിൽ കളയാൻ കുറേ സാധനങ്ങളുണ്ട്. ഇനി വേറൊരു സെക്ഷനുള്ള ഇത് ഇവിടെയാട്ടോ കണ്ടോ. ഇവിടെയും എൻ്റെ ഡ്രസ്സൊക്കെ തന്നെയാണ്. ഇവിടെ മുണ്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഉടുക്കാത്ത മുണ്ടുകൾ ഇപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ ടവൽസ് എല്ലാം കൂടെ ഇങ്ങനെ ഇടിച്ച് കയറ്റി. ലുങ്കീസ് ഉണ്ട്, ഞാൻ കുറച്ചധികം ലുങ്കി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലുങ്കി ഉണ്ട്, ടീഷർട്ട് ഉണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെയും ലുങ്കീസൊക്കെ നടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്ലീവ്ലെസ് ടീഷർട്ട്സും ഷോർട്ട്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ഇവിടെയും താഴെ അറ്റം ലേഖയുടെ ഒരു കടന്നു കയറ്റുണ്ട് കേട്ടോ, കുറച്ച് സാരീസ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്നായിട്ട് ആരംഭിക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഈ ഒരു സെഗ്മെൻറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ കണ്ടോ, ഞാൻ പറഞ്ഞൊരു കടന്നു കയറ്റം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഇത് ലേഖയുടെ വക കടന്നു കയറ്റമാണ്. അവിടേക്ക് കുറേ ബെഡ്ഷീറ്റ്സും കുറച്ച് എന്തൊക്കെയോ കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. പോട്ടെ, ഇത് തൽക്കാലം എല്ലാം പുറത്തേക്ക് എടുത്തേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഈ കട്ടിലിൻ്റെ പുറത്തേക്ക് ഇടുകയാണേ. ഈശ്വര, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നെടുക്കുമ്പോൾ ഒരു 3 താഴേക്ക് വീഴും കേട്ടോ. അതിനിടയ്ക്കൊരു ടവലും വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് അത്രയും സ്പേസിൽ ഓക്കുപ്പൈഡ് ആയിട്ടിരുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് മാറ്റുകയാണ്. ബാക്കിയുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെ കുറേ കാലമായ ഡ്രസ്സുകൾ കേട്ടോ. വേണ്ടാത്ത തറ കളഞ്ഞേക്കാം. ഇത് വേണ്ട. ഇതൊന്നും വേണ്ടാത്ത ഡ്രസ്സുകൾ കേട്ടോ. ഇത് കുറേ നാളായിട്ട് ലേഖ പറയുന്നുണ്ട് ഒരു ദിവസം കുത്തിയിരുന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഏതൊക്കെ എനിക്ക് വേണം വേണ്ട എന്ന് അവൾക്കറിയില്ലല്ലോ. പോട്ടെ, ഇത് വേണമെന്നുള്ള കേട്ടോ. ഇത് വേണം, ഇത് വേണ്ട.
ഇത് മൊത്തം സോർട്ട് ഔട്ട് ചെയ്ത് അത്രയും കളഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത്രയുമാണ് തൽക്കാലം ഞാൻ ഇടണം എന്നാഗ്രഹിക്കുന്ന കുറേ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇത് അലമാര വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ കൊണ്ട് സ്ഥിരം വെക്കുന്ന കാരണം മുന്നിലിരിക്കുന്ന മാത്രം നമ്മൾ കുറച്ച് ഉപയോഗിക്കും, പുറകിലുള്ളത് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ എങ്ങനെ മടക്കണം എന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു ചെറിയ ഐഡിയ ആണ്. ലേഡീസ് സാരിയൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടോ ഈ രീതിയിൽ. ഇതൊരു ഫുൾ സ്ലീവാണ്. ഇതൊക്കെ അയൺ ചെയ്യാത്തത് കേട്ടോ. അയൺ ചെയ്യണമെങ്കിൽ അപ്പോൾ അയൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ വീട്ടിലിടുന്ന സാധനങ്ങളാണ്. ഞാൻ ചെയ്യാൻ പോകുന്നതിൽ ഇങ്ങനെ ഒന്ന് മടക്കുക, രണ്ടായിട്ട് മടക്കിയിട്ട് ഈ കയ്യെ ഉള്ളിലേക്ക് വെക്കാം, ഈ കയ്യും ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ മാക്സിമം നീളത്തിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അലമാരയുടെ ഏകദേശം ഉള്ളിലേക്ക് തന്നെ നിൽക്കും. ബാക്കിലോട്ട് വേറെ ഡ്രസ്സ് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അതിരിക്കട്ടെ. ഇനി ഒരു ഹാഫ് സ്ലീവ് അല്ല, ഇതൊരു ഫുൾ സ്ലീവും കൂടെ നോക്കാനുണ്ട്. ഇതും അതെ. ഇത് ഹാഫ് സ്ലീവ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ മടക്കി അലമാര വെക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത് ടീഷർട്ട്സൊക്കെ ഞാൻ പറഞ്ഞ പോലെ മടക്കി വെച്ചിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയുള്ള ട്രാക്ക് പാൻസ് ആട്ടോ. ട്രാക്ക് പാൻറ്റ് നീളത്തിൽ മടക്കാൻ എന്താ മാർഗം എന്ന് നോക്കിയാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ പറ്റില്ല, ഇങ്ങനെ ചെയ്യാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നീളത്തിൽ വയ്ക്കാൻ കാരണം അറിയാമല്ലോ, ആ സ്പേസ് ഒന്ന് സേവ് ചെയ്യാനാണേ. ഇങ്ങനെ മടക്കാം, മടക്കിയിട്ട് ഇങ്ങനെ ചുട്ടിയെടുക്കാം. യെസ്. കുഴപ്പമില്ല അല്ലേ പരിപാടി? ഇപ്പോൾ തൽക്കാലം എല്ലാം ഉള്ളിലേക്ക് വയ്ക്കാൻ പോവാണേ. ഇത് കണ്ടോ, ഏകദേശം മൊത്തം നീളം നമുക്കതിൽ കവർ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രാവശ്യം മാത്രം വെച്ചാൽ പോരാ കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ മടക്കി വെച്ചാൽ ഈസി ആയിരിക്കും. യെസ്, നമ്മുടെ പാൻ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ ആയില്ലേ? ഇതിൽ കുറച്ചും കൂടെ വെക്കാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. എന്തായാലും നമുക്ക് ഇത് കളഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയും പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഒരുവിധം അറേഞ്ചറാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മിക്സപ്പാണ് എല്ലാം കൂടെ. ഈ ഷർട്ട്, ടീഷർട്ട്, ഫോർമൽ ഷർട്ട് എല്ലാം കൂടെ മിക്സ്ഡാണ്. അപ്പോൾ അതൊന്നും എല്ലാം പുറത്തേക്ക് എടുത്താലേ പറ്റുള്ളൂ. നല്ല പണിയാട്ടോ. എല്ലാം കാശ് കൊടുത്ത് അയൺ ചെയ്യുന്നതാണേ എൻ്റെ അവസ്ഥ. കണ്ടോ, ചുരുണ്ട് മടങ്ങി. ഹെവി കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ ഷർട്ടിൻ്റെ സെക്ഷൻ ഞാൻ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ അറ്റം ഇരിക്കുന്നതെല്ലാം കാഷ്വൽ ഷർട്ട്സാണ്. ഞാൻ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഷർട്ട്സാണ്. ഇവിടെ ഇരിക്കുന്ന മൊത്തം അയൺ ചെയ്ത ടീഷർട്ട്സ് ആട്ടോ. ഇവിടെ ഇരിക്കുന്ന ഫോർമൽ ഷർട്ട്സാണ്. അവിടെ പിന്നെ കുറച്ച് ബ്ലാങ്ക് എടുപ്പിട്ട് ഞാൻ കാണിക്കാം. പാൻറ്റ് കുഴപ്പമില്ല, നേരത്തെ ഒരുവിധം അറേഞ്ചറായിരുന്നു, ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മേളിലൊരു 3 ബോക്സുകൾ ഉണ്ടാവും. ഇതൊരു ചെറിയ ടിപ്പ് കേട്ടോ, പലർക്കും യൂസ്ഫുൾ ആവും. ഇതിൽ ഞാൻ വച്ചിരിക്കുന്നത് ഇത് ഒരു ബോക്സിനകത്ത് ബനിയനല്ലേ നമ്മുടെ ഇന്നർ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിൽ
നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആട്ടോ, പെട്ടെന്ന് പോകുമ്പോൾ എടുത്തിട്ട് പോകാൻ, അല്ലെങ്കിൽ ഒത്ത തപ്പി നടക്കേണ്ടി വരും. ഒരെണ്ണത്തിൽ സോക്സ് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. പിന്നെ കർച്ചീഫും ഈ ബനീൻ്റെ കൂടെ വെക്കുക കേട്ടോ. അപ്പോൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. കുറച്ച് സ്പേസ് ഉണ്ട്, ഞാൻ വെക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ ഇവിടേക്ക് അതിൽ ഞാൻ കുറച്ച് കളഞ്ഞു കേട്ടോ. അതേ കുറച്ച് ഷർട്ടൊക്കെ എടുത്ത് കളഞ്ഞു, ആവശ്യമില്ലാത്തൊക്കെ വേണ്ടാത്ത. അപ്പോൾ നമുക്കിനി അവസാനം ഒരു സെക്ഷനും കൂടി ഉണ്ട്, ഇങ്ങേറ്റം. ഇത് ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വേറെ മാർഗ്ഗമൊന്നുമില്ല, മൊത്തം വലിച്ച് പുറത്തേക്ക് ഇറക്കിയേ മാർഗ്ഗമുള്ളൂ കേട്ടോ. അതിനകത്ത് ടവലൊക്കെ ഇരിപ്പുണ്ട്, ടവൽസ്, ലുങ്കീസ്, അതിനകത്തും ട്രാക്ക് പാൻ്റ് അതിനകത്തുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ടവൽസ്, ഇതൊക്കെ ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്ന കേട്ടോ കൊണ്ടുവച്ചിരിക്കുന്നത്. വീണ്ടും കുറേ ടവൽസ്, ഫുള്ളത് തന്നെ. അതൊന്നും ഞാൻ കാണുന്ന പോലും ഇല്ല കേട്ടോ, കൊണ്ട് അടുക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ലുങ്കികൾ, നല്ല ലുങ്കീസ് കേട്ടോ. അത്യാവശ്യം കുറച്ച് കളറുള്ള ലുങ്കിയൊക്കെ ഉപയോഗിക്കുന്ന ആളാട്ടോ ഞാൻ, കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസ് കാണുന്നവരെ. എന്തൊക്കെയോ ഇരിപ്പുണ്ട്, സെക്ഷനൊക്കെ മാറ്റാം. ഇവിടെ ഒരു മുണ്ടിരിപ്പുണ്ട്. ആക്ച്വലി മുണ്ടിൻ്റെ സെക്ഷൻ ഇതല്ല കേട്ടോ, മാറിയിരിക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഷോർട്ട്സ് ഉണ്ടാവും കേട്ടോ, ഷോർട്ട് പാൻസ്, ക്യാപ്പുകളും ഉണ്ടോ. ഇവിടെയുണ്ട് മുണ്ടൊക്കെ കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് കാണാത്തൊരു മുണ്ടാട്ടോ ഇത്, അന്വേഷിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ കിട്ടി. എത്രയാ ലുങ്കിന്ന് കണ്ടോ, പല കളറിൽ ലുങ്കികൾ. ഏപ്രൺ, നമ്മുടെ കുക്കിങ്ങിൻ്റെ, ഇവിടെയും ഏപ്രൺ ഉണ്ട്. ഇവിടെയുണ്ട് ടവൽസ്. ഈശ്വര, നല്ല പണിയാട്ടോ. ഇവിടെ കുറച്ച് മുണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്യാപ്പുണ്ട്, അതങ്ങോട്ട് ഇരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതെ, ഓൾ സെറ്റാണേ. കുറേ സമയത്തെ പരിപാടിക്ക് ശേഷം ഇന്നത്തെ ഹോളിഡേ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റി. നോക്കാം എന്താ അവസാനത്തെ കണ്ടീഷൻ എന്നുള്ള കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, എന്നാലൊരു ഭംഗിയൊക്കെ വന്നു അല്ലേ. ഇതിലെല്ലാം ഞാൻ നേരത്തെ കാണിച്ചു. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് സാധനം എക്സ്ട്രാ വെക്കാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ചിരിക്കുന്നത് സ്ലീവ്ലെസ് ബനിയനാട്ടോ. ഞാൻ സാറിന് വീട്ടിൽ ഉപയോഗിക്കുന്ന ഷോർട്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സ്ലീവ്ലെസ് ബനിയൻ അവിടെ വെച്ച്. ഇതിൻ്റെ ഈ ട്രാക്ക് സൂട്ടിൻ്റെ അപ്പുറത്ത് കാണുന്ന അത്ര കേട്ടോ. ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കാണാൻ ഭംഗിയാണ്. പക്ഷെ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അതിങ്ങനെ തന്നെ തിരിച്ചുകൊണ്ട് വെക്കണം കേട്ടോ, എങ്കിൽ അതുകൊണ്ട് ഗുണം എന്തെങ്കിലും ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനിയിത് ഇവിടെയാണ് ഞാൻ ഇപ്പോൾ സെറ്റാക്കിയത്. കണ്ടോ, മുണ്ടുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു മുണ്ട് പ്രേമിയും കൂടെ കേട്ടോ ഞാൻ. ഈ ഒഫീഷ്യൽ അല്ലാതെ വേറെ ഫംഗ്ഷൻ, ഇപ്പോൾ കല്യാണം, അങ്ങനെ എന്ത് ഫംഗ്ഷന് പോയാലും ഞാൻ മുണ്ടെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മുണ്ടിന് നല്ലൊരു കളക്ഷൻ എനിക്കുണ്ട്. മിക്കവാറും മുണ്ടിൻ്റെ എല്ലാം കരയ്ക്ക് മാച്ചായിട്ട് കുറേ കുർത്തകളും ഉണ്ട്. ഇത്രയും കുർത്തയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അവിടെ. ഷോർട്ട് കുർത്തയുണ്ട്, ഫുൾ കുർത്തയുണ്ട്, ഇത്രയും കുർത്താസാണ്. പിന്നെ ഇവിടുത്തെ ലുങ്കി ഒരു 17-18 ലുങ്കി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടവൽസിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് എന്താണെന്ന് നോക്കണ്ട, ഞാൻ കാണിച്ച് ചെറിയപ്പോൾ എടുത്ത് വെച്ചതാണ്. എൻ്റെ ടൈകളൊക്കെ കൂടെ അവിടെ ഇവിടെയായിട്ട് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈസൊക്കെ കൂടെ സെറ്റാക്കിയിട്ട് ഒരു പെട്ടിക്കകത്താക്കി വെച്ചതാട്ടോ. വേറെ ബോക്സ് കിട്ടുമ്പോൾ അതിലേക്ക് മാറ്റാം. പിന്നെ ഇവിടെ താഴെ വെച്ചിരിക്കുന്നത് എൻ്റെ ഷോർട്സ് മാത്രം കേട്ടോ, ഷോർട്സ്. പിന്നെ ഇവിടെ കുറച്ച് ടവൽസൊക്കെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ക്യാപ്പൊക്കെ കൂടി ഒരു പെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മൊത്തം പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സാധാരണ ഇത്തരം പരിപാടികളൊക്കെ ലേഡീസാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയില്ല, ഞാനും ചെയ്യാറുണ്ട്. ഇനി ഇപ്പുറത്തൊരു വലിയ പരിപാടി ബാക്കിയുണ്ട്, ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ആരെയും കാണിക്കരുന്ന രേഖ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക, ഒന്നും അടുക്കിയിട്ടില്ല. ദേ കണ്ടോ, ഇത് ഫുള്ള് സാരിയാണ്. ഇത് ഫുള്ള് സാരിയാണ്. സാരി, ബ്ലൗസ്,
ഇതെല്ലാം കണ്ടോ ഫുൾ വെച്ചിരിക്കുക. പറ്റിയാൽ വേറൊരു ദിവസം ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇനി ആ സൈഡിൽ മൊത്തം ചുരിദാറിൻ്റെ സെക്ഷനുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് അടുക്കിപ്പെറുക്കൽ അല്ലെങ്കിൽ ക്ലീനിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ വീഡിയോ എൻ്റെ വാർഡ്രോബ് ടൂറായിട്ട് മാറി. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്നൊക്കെ ഞാൻ കരുതണു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.